ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിച്ച ഏറ്റവും മികച്ച ടീമിനെയാണ് T20 ലോകകപ്പിനായി ഇന്ത്യ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് നിരീക്ഷകരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച ഗില്ലിനെയും ജിതേഷ് ശർമ്മയും ഒഴിവാക്കിയാണ് സെലക്ടർമാർ ഞെട്ടിച്ചിരിക്കുന്നത്. നിറം മങ്ങിയ പ്രകടനം തുടർന്ന ഗില്ലിനെ ഉപനായകൻ എന്ന പരിഗണന പോലും നോക്കാതെ ടീമിൽ നിന്നും പുറത്താക്കിയതോടെ വിമർശകരുടെ വായടങ്ങിയിട്ടുണ്ട്. ഒരൊറ്റ മത്സരം കൊണ്ട സഞ്ജു T20 ലോകകപ്പിൽ തൻ്റെ സ്ഥാനവും ഉറപ്പിക്കുകയായിരുന്നു. സഞ്ജു തിരികെ എത്തിയതോടെ ഇന്ത്യയുടെ ടീം ഘടനയും സന്തുലിതമായിട്ടുണ്ട്. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച സമ്മർദ്ദവും ഏറിയിട്ടുണ്ട്. ഒരുപക്ഷെ മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ പോലും സഞ്ജുവിനെ ടീമിലെടുത്തതും വാഴ്ത്തിയതും സമ്മർദ്ദമേറിയത് കൊണ്ട് തന്നെയാണ്. ഉപനായകൻ ശുഭ്മൻ ഗിൽ ഒരു ശരാശരി പ്രകടനമാണ് പുറത്തെടുത്തത് എങ്കിൽ പോലും ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേനെ. അത്രയും ദയനീയമായതുകൊണ്ട് തന്നെയാണ് മനസ്സില്ലാ മനസ്സോടെ ഗില്ലിൻ്റെ പേര് വെട്ടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ നിറം മങ്ങിയാൽ ഉടനെ നടപടിയെടുക്കാനും മാനേജ്മെൻറ്റ് മടിക്കില്ല. അതിനുള്ള അവരുടെ വജ്രായുധമാണ് ഇഷാൻ കിഷൻ. ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു ടീം പ്രഖ്യാപിച്ചപ്പോൾ ജിതേഷ് ശർമ്മയ്ക്ക് പകരമായി ഓപ്പണിംഗ് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷനെ തിരിച്ചു കൊണ്ടുവന്നത്. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി മലയാളി താരം സഞ്ജു സാംസണും ടീമിലുണ്ട്. ജിതേഷ് ശർമ്മയ്ക്ക് പകരമാണ് ഇഷാൻ സർപ്രൈസ് എൻട്രി. പക്ഷേ ഇഷാന്റെ ഈ തിരിച്ചുവരവ് കാരണം സഞ്ജുവിന് ഒരു പക്ഷേ പണി കിട്ടിയേക്കാം.